ഗൈസ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതാണ് നിഞ്ച സ്റ്റാർ. അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ എറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു A4 ഷീറ്റാണ്. നിങ്ങൾക്ക് കളർ പേപ്പർ യൂസ് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി കളർഫുള്ളാവും. ആദ്യം നമ്മൾ ഇങ്ങനെ ഫോൾഡ് ഡയാഗണലായിട്ട് ഈ അറ്റം കറക്റ്റ് ആവണം, ഈ അറ്റം ഇവിടെ മുട്ടണം, എന്നിട്ട് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഈ ഭാഗം എടുത്തിട്ട് ഈ ഡയാഗണൽ ഫോൾഡ് ചെയ്ത വരയുടെ മുകളിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇനി തുറക്കുക. ഇനി നിങ്ങൾ ഈ വരയിൽ കട്ട് ചെയ്യണം കത്രിക കൊണ്ട്. പക്ഷെ എനിക്ക് കീറാനാണ് കുറച്ചുകൂടി എളുപ്പം. ഞാൻ കീറി കാണിച്ചത്. കീറുന്നവർക്ക് കീറുക. ആദ്യം ഈ ഒരു ഭാഗം ചെറിയൊരു കീറുണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ പൊന്തിച്ച് പിടിക്കുക ഈ ഭാഗം. എന്നിട്ട് ഈ രണ്ട് കൈയും വിടർത്തുക. അപ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടും. ഇനി സ്ക്വയർ നടുക്കിൽ മടക്കുക. തുറക്കുക. ഇനി ഈ വര കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കത്രിക യൂസ് ചെയ്യേണ്ട ഒരു കത്രിക യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ പോലെ കീറുക. ചെറുതായിട്ടൊന്ന് കീറുക. ഇങ്ങനെ പൊങ്ങി പിടിച്ചു. അപ്പോൾ നമുക്ക് രണ്ട് പീസ് ഉണ്ട്. അപ്പോൾ ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ പീസ് നടുക്കിൽ മടക്കുക. അപ്പോൾ പീസ് ഇങ്ങനെയായി. ഇനി അതിങ്ങനെ പിടിച്ചിട്ട് ഈ അറ്റത്തിലേക്ക് മടക്കുക. തുറക്കുക. എന്നിട്ട് ഈ അറ്റം തുറന്നു കിടക്കുന്ന അറ്റം ഇവിടേക്ക് മടക്കുക. മറ്റേ അറ്റം ഇതിലേക്ക് നോക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ച മറ്റേ പേപ്പർ എടുക്കുക. ഇനി വീണ്ടും ഇങ്ങനെ ചെയ്യുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഇത് ഇങ്ങോട്ടാണ് മടക്കിയത്, അപ്പോൾ ഇത് ഇനി ഇങ്ങോട്ട് മടക്കും. രണ്ടും ഓപ്പോസിറ്റ്. ഇത് ഇങ്ങോട്ടേക്ക് തിരിച്ചു വയ്ക്കുക. ഇതിങ്ങനെ വയ്ക്കുക. നടക്കുക. ഇങ്ങനെ ഇതിങ്ങനെ ഇതും സെയിം ചെയ്യുക. ഇത് ഇങ്ങോട്ട് വയ്ക്കുക. ഇപ്പോൾ ഈ തുറന്ന് കിടക്കുന്ന ഭാഗം അത് ഈ തുറന്നു കിടക്കാത്ത ഭാഗത്ത് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയാവും. ഇനി നമ്മൾ ഈ ഭാഗം ഇങ്ങനെ നോക്കുക. ഈ ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് അത് വയ്ക്കുക. കണ്ടോ? ഇനി ഈ ഭാഗം ഇങ്ങനെ മടക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് വയ്ക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയായി. തിരിച്ചു വയ്ക്കുക. എന്നിട്ട് ഇതെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മുടക്കുക. ഇനി ഈ വരയുടെ ഉള്ളിൽ ഇത് വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ നോക്കുക. ഇത് തുറക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. അപ്പോൾ ഇതാണ് നിഞ്ച സ്റ്റാർ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ബൈ.